സെക്കൻഡ് പാർട്ട് ഇതാ തുടങ്ങുകയാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് പോയി വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ വന്ന് കാണാൻ. നമ്മൾ രാവിലെ അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവാണ് ചേച്ചിയുടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോണ്ട് കണ്ടി യാത്ര. ചേച്ചി ബ്രോ എന്താണ് പറയാനുള്ളത്? നമ്മളങ്ങനെ അണ്ടർ മെട്രോയിലൂടെ ആദ്യമായിട്ട് കയറാൻ പോകുകയാണ്. നമ്മുടെ താഴെയാണ് മെട്രോ. ഒരു വണ്ടി വരുന്നുണ്ട്, മഞ്ഞ ലൈൻ. വാ കേറാം. നമ്മുടെ പിങ്ക് ലൈൻ. മുമ്പേ പോവാം ഗൈസ്. മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് വരുന്നത്. ഒറ്റ രീതിയിലാണ് ഗൈസ്. നാണ്ടേ ഇവിടെ വാതിൽ തുറക്കും ഗൈസ്. ഇവിടെ മെട്രോ ഒക്കെ ഇപ്പൊ ഇതിനകത്ത് ഓടുന്നത്. നമ്മുടെ മെട്രോ പോയി നമ്മളിനി ഇവിടുന്ന് മെട്രോ കയറാണ് ഗൈസ്. യമുന ബാങ്ക്. എത്തിയിട്ടുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിലോട്ട് പോവാണ്. ഓക്കെ, ഇച്ചിരി കൂടെ നീങ്ങിക്കും. അഞ്ചാമതിന്റെ ഒരു പീസ് മാത്രമുണ്ട്. നമ്മളെ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നാണ്ട് ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുമായിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചേ വീഡിയോ എടുക്കാൻ നേരത്തെ ഫോണിൻ്റെ ചാർജ് തീർന്നു, ഓഫായി. പിന്നെ അങ്ങോട്ട് എടുക്കാനും പറ്റിയില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെ വേണ്ട ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? പൈസ ഓട്ടോനൊക്കെ പൈസ വാങ്ങുന്ന കാണണം നിങ്ങൾ. ആണ് ഗൈസ്. പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും GRS വേൾഡിന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ ഇതിലും നല്ല ഒരു ചൈൽഡ് യൂട്യൂബർ വേറെ ഇല്ല. ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? കിടിലോസ്കി. അപ്പം ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ കാണുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തോന്നുന്നു അല്ലേ? നമ്മളിതാ കാണുന്നുണ്ട്, ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങ് കാണുന്നതാണ് ഓൾഡ് പാർലമെന്റ്. ഇത് ന്യൂ ആണെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അത് ഓൾഡ് പാർലമെന്റ് ആണ്. ഇത് മറ്റേ പ്രധാനമന്ത്രിയുടെ ആള്. അത് ഇവിടെ ആണ്. ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ രണ്ടുപേർ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ചേട്ടൻ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. അവരവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലെടുത്ത് എത്താം അല്ലേ? അല്ലേ ബ്രോ? നമുക്ക് അടുത്ത സ്പോട്ട് എത്തിയപ്പോൾ കാണാം. ഒരു ബ്ലൂം അടി ഇങ്ങനെ അടി, ക്യാമറയ്ക്കവിടെ അടി.
ഇന്ത്യ ഗേറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? മഴയുണ്ട്, നമുക്ക് അകത്തോട്ട് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ നിന്ന് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇവിടെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി കുത്തമിനാറിലോട്ട് പോകുകയാണ്. അങ്ങനെ കുത്തമിനാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കാം. കാലൊക്കെ വയ്യ ഗൈസ്, ഭയങ്കര വേദന. എന്തോ ചെയ്യാനാ? നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഏറാണ് ഗൈസ് കുത്തമ്പിനാർ. കാണുന്നുണ്ടോ നിങ്ങൾ കുത്തമ്പിനാർ? നമ്മുടെ മൂന്നാമത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓട്ടോയ്ക്കകത്തോട്ട് കയറാം. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് എങ്ങോട്ടായിരുന്നു? നമ്മളിനി പോകുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ടാണ് ഗൈസ്. ഇന്നലത്തെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം. അതിനൊക്കെ എടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര പെരുമഴയൊക്കെ ആയിരുന്നു. ചേച്ചു ചേട്ടാ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാലും നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? കൂടുതലൊന്നും പറയാനില്ല. നമ്മളിപ്പം പോകുന്നത് എങ്ങോട്ടാണ്? ലോട്ടസ് ടെമ്പിൾ കാണാൻ. ബാക്കിയെല്ലാം മഴ ഇത് മുടി തന്നെയല്ലേ ഫോട്ടോഗ്രാഫി. നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിൾ എത്തി. നമ്മളങ്ങോട്ട് നടന്നു പോവുകയാണ്. അവിടെയൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കാം. നമ്മളിവിടുന്ന് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. ലോട്ടസ് ടെമ്പിൾ കാണാം. നമ്മളങ്ങനെ എവിടെ ആയിരിക്കും വന്നിരിക്കുന്നത്? നിങ്ങൾ എവിടെ ആയിട്ടാ നമ്മൾ വന്നേക്കുന്നത്? പേരറിഞ്ഞൂടെ? അവര് അവിടെ ഭയങ്കര ഫോട്ടോഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജുമാ മസ്ജിദിൻ്റെ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആ കടയുടെ ഭാഗത്തൊക്കെ ഒരു ഷൂവിന് എത്ര രൂപയായിട്ടാ? ഒരു മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ 2000 രൂപയ്ക്ക് വിൽക്കുന്ന ഷൂ ഒക്കെ ഗൈസ് ഇവിടെ വെറും 400 രൂപയ്ക്ക്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മേടിക്കാം. പിന്നെ റിയൽമിയുടെ എയർപോർട്സിനൊക്കെ വെറും 400 രൂപ തന്നെയൊക്കെ ഉള്ളു. എന്താണ് കേസ് ഇവിടെയൊക്കെ നല്ല ഓഫറാണ് കേസ് ഇവിടെയൊക്കെ. നിങ്ങൾ പറ്റുവാണെങ്കിൽ ജുമാ മസ്ജിദിൻ്റെ അടുത്തോട്ടൊക്കെ വരിക, കിട്ടില്ല ഓഫറൊക്കെയാണ് കേസ്. പിന്നെ ഒരു സ്മാർട്ട് വാച്ച് ഐഫോണിൻ്റെ പോലത്തെ സ്മാർട്ട് വാച്ചിന് 1000 രൂപ. അപ്പം ഗൈസ് ഇവിടെ വലിയ മാർക്കറ്റ് ആണ്ടാണ്ടോ. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട്. പപ്പച്ചേട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകാം. പടിയാണ് ഗൈസ്. ഈശ്വര കണ്ട ഗൈസ്, കണ്ട ഇതുകൊണ്ട് റെഡ് ഫോർട്ട് കാണാൻ പറ്റും ഗൈസ്. അങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്മ ചേച്ചിയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. വിളിച്ചത് ആവട്ടെ വന്നിട്ടുണ്ട്. അങ്ങനെ മുമ്പിൻ ഫ്രണ്ടിൻ്റെ അവിടെ എത്തി. ഇതുകൊണ്ട് ദേശീയ പതാക അവിടെ പറക്കുന്നുണ്ട്.
നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന സ്ഥലം കാണാം സ്വാതന്ത്ര്യ ദിനത്തിന്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ റെഡ് ഫോർട്ട്? റെഡ് ഫോർട്ട്, റെഡ് ഫോർട്ട്. നമ്മളങ്ങനെ അകത്ത് കയറി. ഇവിടെ വലിയ മാർക്കറ്റൊക്കെ ആയിരുന്നു ഗൈസ്. ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ടോ ഇപ്പം ഏതാണ്ട് സമയം 1:22 ഗൈസ്. അയ്യോ അയ്യ ഗൈസ്, ഡൽഹി ഒരു ഒന്നൊന്നര ഡൽഹിയാണ്. കാണാനാണെങ്കിൽ ഒത്തിരി ആർമിക്കാർ പോവാണ് ഗൈസ്. എന്റെ കണ്ണീര് കണ്ടിട്ടുള്ളൂ. ഇല്ല, കണ്ണീര് കണ്ടിട്ടില്ല. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഇതിനകത്താണ് ഗൈസ്. നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഇവിടെ സീറ്റുണ്ട്, ഇവിടെ സീറ്റുണ്ട്. പറഞ്ഞോ, നിന്റെ വീടോ? നമ്മുടെ വീട് കരുനാപ്പള്ളിയാ. നമ്മുടെ വീട് കൊല്ലത്താ, കേരളത്താ. പറ. അപ്പുച്ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അക്കൗണ്ടിൻ്റെ പേര് പറയൂ. വിഷ്ണു പോപ്സ്. കേട്ടോ ഗൈസ്? പിന്നെ വിഷ്ണു എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പുച്ചേട്ടൻ ഒരു മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നതാണ് ഫോട്ടോ. അതല്ലേ? ആ ഫോട്ടോ നിങ്ങൾ ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും ഗൈസ്. ട്രെയിൻ വന്നിട്ടുണ്ട്. ചേട്ടാ ചേട്ടാ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. മഴ പെയ്താൽ നമ്മൾ ഇവിടുന്ന് നനഞ്ഞു കുതിർന്ന് കുളിച്ചു വരുന്നതായിരിക്കും. നമ്മൾ അക്ഷർധാമിലോട്ട് പോവുകയാണ്. എന്താണ് ചേട്ടൻ ഈ സമയത്ത് പറയാനുള്ളത്? കണ്ടു ഗാസിയാബാദ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എന്നാലും പറ. തന്നെ അടിച്ചൊന്ന് വീണ് ചെറുതായിട്ട് തന്നെയായി അല്ലേ? ഇതിനകത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഇത് ഇറങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയാം. അകത്തോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടം വരെ കയറി വന്നിട്ടുണ്ട് അല്ലേ? അല്ലേ ബ്രോ? അപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. അതാണ് ഗൈസ് അമ്പലം. നമുക്ക് അപ്പം അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് വരാം. ഇവിടെയൊക്കെ സെക്യൂരിറ്റിയും ഇതൊക്കെ നമ്മൾ അവിടെയാണ് ഗൈസ് ഇതൊക്കെ വെക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്, എന്നിട്ട് തിരിച്ചു വരാം. വളരെ വിഷമകരത്തിൽ നമ്മൾ അവിടെ കയറാതിറങ്ങി അല്ലേ? ഹായ് ടൂറിസ്റ്റ് വണ്ടി. ടൂറിസ്റ്റ് വണ്ടിയൊക്കെ കയറുന്നത്. നമ്മളവിടെ കയറിയില്ല ഗൈസ്, കാരണം നമുക്ക് സരോജിനി മാർക്കറ്റിലൊക്കെ പോകണം. അവിടെ കയറി വരണമെങ്കിൽ തന്നെ എടുക്കും ഗൈസ് 1.5 മണിക്കൂറൊക്കെ. വല്ലാണ് ഗൈസ് ഇവിടെ. അപ്പം ഗൈസ് നമുക്ക് മെട്രോ സ്റ്റേഷൻ എത്തിയിട്ട് വേണം. എന്താ ഹിന്ദിയിലൊരു എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ ഹിന്ദിയിൽ. GRS World YouTube चैनल को सभी सब्सक्राइब करें. सब्सक्राइब कर दो. ചേട്ടാ ഇടിച്ച് കൊല്ലില്ല. एकदम कट्टी कंटेंट करता है ये बच्चा. എന്ന് വെച്ചാ कट्टी कंटेंट्स ആണ്. ചുമ്മാണ് ഗൈസ്. ഈ വയറ് പുറത്തുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഐഫോൺ ആക്കിയില്ലേ? വേറെ സംഭവം
ഗൈസ്, നമ്മളങ്ങനെ ഡൽഹിയോട് വിട പറയുകയാണ്. ടാറ്റാ. നമ്മളങ്ങനെ ഹോട്ടലിലൊക്കെ വന്ന് ഫ്രഷായി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചു. അപ്പോൾ ചേട്ടൻ നാണ്ട് നമ്മൾ വ്ളോഗ് അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. എഗോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. ഹലോ ബ്രോ, വാട്ട് ഈസ് ദിസ്? നമ്മൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ ഗൈസ്. നാളെ നമ്മൾ താജ്മഹലൊക്കെ കാണാൻ പോവാണ്. അപ്പം ഗൈസ് നമുക്ക് നാളെ കാണാം. നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്, അത് പറയുക. താജ്മഹലിലേക്ക് പോകണം. എന്നിട്ട് താജ്മഹലിൽ പോയിട്ട് പിന്നെ ആഗ്ര ഫോർട്ട് കഴിഞ്ഞിട്ട് ഏതൊരു മാള്, ബാക്കിയുള്ള കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. നല്ലൊരു മാള് നോക്കിയിട്ട് മാളിലേക്ക് പോകുന്നത് പറയുന്നത്. നമ്മൾ നീങ്ങി വരെ കൂടെ അത്ര എത്തിക്കുന്നു വിചാരിക്കാം. നമ്മളതിനകത്ത് ഔട്ട്ലുക്ക് ഷൂ അങ്ങോട്ട് വരില്ല ഗൈസ്. മാല പുതിയ നമ്മൾ മേടിച്ച്. ഉടുപ്പ് നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഗൈസ്. ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഗൈസ് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പം ഗൈസ് നമുക്ക് ഓട്ടോ കയറി താജ്മഹലിൻ്റെ അടുത്തോട്ട്. നമ്മൾ ഈ ഹോട്ടലിലാണ് നിന്നത്, ഹോട്ടൽ സ്റ്റാർ ഓഫ് താജ്. നമുക്കിനി പോയി ഫുഡ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ താജ്മഹലിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ചേട്ടൻ നാണ്ട് അപ്പോൾ ചേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴിയും കണ്ടാ കയറുന്നു. നല്ലോടെ പണി നടക്കാം കേട്ടോ. സെറ്റ് എവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ചേട്ടാ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ വന്നപ്പോൾ? ഒന്നും പറയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും വന്നില്ല ഗൈസ്. ഇത് കാണുന്നുണ്ടോ ഗൈസ്? വെളിച്ചടിക്കുന്നുണ്ട്. യോ ഗൈസ്, നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്താണ് ഭയ്യ? നമ്മളിങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ട് പോകണം അല്ലേ? അമ്മു ചേച്ചിയൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പുച്ചേട്ടൻ ഇതാണ് ഗൈസ്, ഫോട്ടോ എടുത്തോണ്ടേ. ചെച്ചു ബ്രോ, എങ്ങനെയുണ്ട് താജ്മഹലോ? ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ചുമ്മാ കള്ളം പറയാം. താജ്മഹലിനെക്കാട്ട് രസമുള്ളത്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊല്ലത്തേക്ക് വരിക. ചുമ്മാ ചുമ്മാ കള്ളം പറയും. നമ്മുടെ താജ്മഹലിൽ നിന്ന് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ആഗ്ര ഫോർട്ട് എത്തിയിട്ട് കാണാം. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് കാണിക്കാം ഗൈസ്.
ആഗ്ര ഫോർട്ടിലേക്ക് പോകുകയാണ് ഗായ്സ്. കുതിര 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 എന്നെ കൂടെ കൊണ്ടുപോണേ. മഴ മഴ പോപ്പിക്കൂടാ. ഇത്ര നേരം മഴയില്ലായിരുന്നല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തേർഡ് പാർട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ബൈ ബൈ. ഞാൻ ആദ്യം തന്നെ സോറി പറയുകയാണ്. നമ്മൾ ആഗ്ര ഫോർട്ടിൽ കയറണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ നമ്മൾ ആഗ്ര ഫോർട്ടിൽ കയറിയില്ല ഗൈസ്. നമ്മൾ പറഞ്ഞ് റൂമിലൊക്കെ പോയിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേനും തന്നെ ആഗ്ര ഫോർട്ടൊക്കെ കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം എടുക്കും. അപ്പം അപ്പോഴത്തേനും പറഞ്ഞു വേണ്ട. അപ്പോഴത്തേനും നമ്മൾ പിന്നെ റൂമിൽ പോയി. അത് പിന്നെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഷനിൽ പോയി. അപ്പം ഗൈസ് നിങ്ങൾ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്.